സത്യം പറയാലോ, പൊട്ടന് ലോട്ടറി അടിച്ച അവസ്ഥയിലാണ് ഞാനിപ്പോൾ. ആൻഫീൽഡിൽ പോയി ഒരു പോയിന്റ് പോലും നമുക്ക് ലഭിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. ലിവർപൂളിന് അവരുടേതായ പ്രശ്നങ്ങളുണ്ട്. അവരാരും ഈ സീസൺ ഇനി ഒരിക്കലും ഓർമ്മിക്കാൻ ആഗ്രഹിക്കുന്നുമില്ല. പക്ഷേ ചെൽസിയുടെ അവസ്ഥ എല്ലാവർക്കും അറിയാമല്ലോ. ഏറ്റവും ഗതി പിടിക്കാത്ത ക്ലബ്ബാണ് നമ്മളെന്നുള്ള ഉറച്ച വിശ്വാസത്തിലാണ് ഞാൻ ഈ മത്സരം കണ്ടത്. എന്തായാലും ആർനെ സ്ലോട്ട് സഹായിച്ചതുകൊണ്ട് തന്നെ തുടർച്ചയായിട്ട് 7ാമത്തെ മത്സരവും ചെൽസി തോറ്റില്ല. ഒരുപാട് സന്തോഷം. കുറെ നാളുകൾ കഴിഞ്ഞ് ആക്ച്വലി ഇൻ പാച്ചസ് ഈ ഒരു മത്സരത്തിലെ പെർഫോമൻസ് ബെറ്റർ ആണെന്ന് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഒട്ടും വൈകാതെ ഈ മത്സരത്തിൽ നിന്ന് നമ്മൾ പഠിച്ച 5 കാര്യങ്ങളിലേക്ക് കിടക്കാം. പതിവ് തെറ്റിക്കാതെ എന്തായാലും ചെൽസി ഈ മാച്ചിലും ആദ്യത്തെ മിനിറ്റുകളിൽ തന്നെ ഗോള് കൺസീഡ് ചെയ്തിട്ടുണ്ട്. ബ്രൈറ്റനെതിരെ നമ്മൾ ഇതുപോലെ മേടിച്ചതാണ്, നോട്ടിംഗ്ഹാം ഫോറസ്റ്റിനെതിരെ മേടിച്ചതാണ്. അതുകൊണ്ട് തന്നെ ഗ്രാവൻബർഗ് ആൻഫീൽഡിൽ ആ ഒരു ഓപ്പണിംഗ് ഗോൾ അടിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു വീണ്ടും പഴയ കഥ തന്നെ. ഇനി കളി മൊത്തം നമ്മൾ ചേസ് ചെയ്തുകൊണ്ടിരിക്കും. അതിൻ്റെ ഇടയ്ക്ക് ലിവർപൂൾ 1-2 ഗോളും കൂടെ അടിക്കും. അങ്ങനെ 7ാമത്തെ തുടർച്ചയായ തോൽവി നമ്മൾ മേടിച്ച് തിരിച്ച് ലണ്ടനിലേക്ക് വരും. അതാണ് ഞാൻ വിചാരിച്ചിരുന്നത്. ആ ഫിനിഷിനെ കുറിച്ച് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. മെയ്ബി യോർഹൻസൺ കുറച്ചും കൂടി ഒരു ഹൈറ്റ് ആ ജമ്പിൽ പ്രൊഡ്യൂസ് ചെയ്തിരുന്നെങ്കിൽ ചിലപ്പോൾ ഒരു ഫിംഗർ ടിപ്പ് അവിടെ എത്തിക്കാനാവുമായിരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, ആ ഒരു ക്വാളിറ്റി അത് ഗ്രാവൻബർഗ് പുറത്തെടുത്തു എന്നുള്ളതാണ്. അതിൽ പ്രത്യേകിച്ചൊന്നും വലിയ കുറ്റം പറയാനില്ല. വേണമെങ്കിൽ അത് നിറ്റ്പിക്ക് ചെയ്ത് നമുക്ക് ഗോൾ കീപ്പറിന്റെ പൊസിഷനിങ് ബെറ്റർ ആവാമായിരുന്നു എന്നൊക്കെ പറയാം. പക്ഷെ ഞാനത് കംപ്ലീറ്റ്ലി അക്സെപ്റ്റ് ചെയ്യുന്നു. ആ ഒരു ക്വാളിറ്റി മൊമെന്റ് ആണത്. അങ്ങനെ തന്നെ ലിവർപൂൾ ആ ലീഡ് നേടി. അങ്ങനെ ഏറ്റവും മോശം രീതിയിൽ തന്നെയാണ് ചെൽസി മത്സരം തുടങ്ങിയത്. പക്ഷെ പിന്നീട് അങ്ങോട്ട് ലിവർപൂൾ എന്തുകൊണ്ട് ഒരു ഇന്റന്റ് കാണിച്ചില്ലെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എനിക്കറിയാം ഇതൊരു കഴിഞ്ഞ സീസൺ ആ ഒരു സാമ്പിൾ സ്പേസ് വെച്ചൊന്നും നമുക്കിപ്പോ കമ്പയർ ചെയ്യാൻ പറ്റില്ല. ആ ഒരു സെയിം മൈൻഡ് സെറ്റിലല്ല പല പ്ലേയേഴ്സും. പലർക്കും ഒരു ഡിക്ലൈൻ സംഭവിച്ചിട്ടുണ്ട്. ഇതൊക്കെ എനിക്കറിയാം. ബട്ട് അൾട്ടിമേറ്റ്ലി നിങ്ങൾ പ്രീമിയർ ലീഗിലെ സ്റ്റിൽ ഡിഫെൻഡിങ് ചാമ്പ്യന്മാരാണ്. നിങ്ങൾ ആൻഫീൽഡിലാണ് കളിക്കുന്നത്. അപ്പോൾ ഒരു ഏർലി ഗോൾ കിട്ടിക്കഴിഞ്ഞാൽ അതിനെ മാക്സിമൈസ് ചെയ്യാനുള്ള പരിപാടികൾ നിങ്ങൾ ചെയ്യണം. എസ്പെഷ്യലി നിങ്ങളുടെ ഡിഫൻസ് ഇത്രയും അൺറിലയബിൾ ആയിട്ട് ത്രൂ ഔട്ട് കളിച്ചിട്ടുള്ള ഒരു സീസണിൽ. ബട്ട് ലിവർപൂൾ കാര്യങ്ങളൊക്കെ ഒന്ന് സ്ലോ ആക്കി വെറുതെ ആവശ്യമില്ലാണ്ട് കൂടുതൽ പാസുകൾ കളിക്കാൻ നോക്കി. ഒട്ടും ഡയറക്റ്റ് ആയിരുന്നില്ല. എങ്ങനെയൊക്കെയോ ചെൽസിക്ക് ആ ഒരു കളിയിലേക്ക് തിരിച്ചു വരാനുള്ള ഒരു അവസരം ലിവർപൂൾ തന്നെ അവിടെ ഉണ്ടാക്കി കൊടുത്ത പോലെ എനിക്ക് ഫീൽ ചെയ്തു. 1-2 ഇൻസ്റ്റൻസിൽ ലിവർപൂൾ ഒരു ഇത്തിരി നെഗറ്റീവ് ആവുന്നുണ്ടോ എന്നുള്ളൊരു സംശയത്തിൽ ഈവൻ ആ ക്രൗഡ് വരെ ലിവർപൂളിനെ ബൂ ചെയ്ത് ഒന്ന് ബോൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരുപാട് എൻകറേജ് ചെയ്യുന്നുണ്ടായിരുന്നു. ആൻഡ് ലിവർപൂൾ ഇങ്ങനെ ഒരു അവസരം തുറന്നു കൊടുത്തോണ്ടാണോന്നറിയില്ല, ചെൽസിയിൽ നിന്നും കുറച്ച് നാളായിട്ട് ഞാൻ കാണാത്ത ഒരു ക്വാളിറ്റി പിന്നീട് ആ ഫസ്റ്റ് ഹാഫിൽ ഉടനീളം ഞാൻ കണ്ടു. കഴിഞ്ഞ ഈ 6 മത്സരങ്ങൾ തുടർച്ചയായിട്ട് തോറ്റ മാച്ചസ് എടുക്കുകയാണെങ്കിൽ മിക്ക ഒപ്പോണൻസും നമ്മളെക്കാൾ കൂടുതൽ ഗ്രൗണ്ട് കവർ ചെയ്തിട്ടുണ്ട്. നമ്മുടെ പ്ലേയേഴ്സിനേക്കാൾ കൂടുതൽ ഡിസയർ കാണിച്ചിട്ടുണ്ട്. ആൻഡ് എവിടേക്കോ ഈ ടീമിന് അവരിൽ തന്നെയുള്ള വിശ്വാസം നഷ്ടപ്പെട്ടോ എന്നുള്ളൊരു ഫീലിംഗ് വളരെ പ്രകടമായിരുന്നു. പക്ഷേ ഈ മത്സരത്തിൽ നമ്മൾ ഏർലി ഗോൾ കൺസീഡ് ചെയ്തിട്ടും നമ്മൾ ആ മത്സരത്തിലേക്ക് തിരിച്ചു വരാനുള്ള ആ ഒരു മൈൻഡ് സെറ്റ് കാണിച്ചു. ഓബ്വിയസ്ലി അതിൽ ലിവർപൂളിന്റെ ഒരു പിടിപ്പുകേടുണ്ട്. എന്നാലും ചെൽസി ഹാവ് ബീൻ സോ ബാഡ് ദാറ്റ് നമ്മൾ നമ്മുടെ ടീമിൽ നിന്നും ഇതുപോലും എക്സ്പെക്ട് ചെയ്യുന്നുണ്ടായിരുന്നില്ല. എനിവേ, ആ ഒരു ഈക്വലൈസർ ചെൽസി എങ്ങനെ കണ്ടെത്തും എന്നുള്ളതിന് നമ്മുടെ ടീമിന് ഒരു പ്ലാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കുക്കുറേനെ കൊണ്ട് ഇൻ ബിഹൈൻഡ് റണ്ണുകൾ മേക്ക് ചെയ്യുക. നമുക്കറിയാം ലിവർപൂളിന്റെ ആ സൈഡിൽ കളിക്കുന്ന 2 പ്ലേയേഴ്സും ഒരുപക്ഷെ അവരുടെ ആ ഒരു നാച്ചുറൽ പൊസിഷനിലല്ല കളിക്കുന്നത്. കർട്ടിസ് ജോൺസ് ആയിക്കോട്ടെ, യെറമി ഫ്രിംപോങ് ആയിക്കോട്ടെ, 2 പേരെയും അവിടെ നല്ല പ്രഷറിലാക്കാൻ നമുക്ക് ആയി എന്നുള്ളതാണ്. കുക്കുറയെ 1 2 3 റണ്ണുകളാണ് ആ ഒരു ബോക്സിന്റെ അകത്തേക്ക് ആ ഒരു സൈഡിൽ നിന്ന് മേക്ക് ചെയ്തത്. പിന്നീട് ഓബ്വിയസ്ലി ആ ഗോളിന് ശേഷം എൻസോയ്ക്കും ഇതുപോലെ തന്നെ കൈസേഡോ നൽകിയ ഒരു പാസിൽ നിന്നും ഒരു നല്ല അവസരം ഉണ്ടായിരുന്നു. പക്ഷെ അത് കൺവേർട്ട് ചെയ്യാനായില്ല. മമർദാഷ്വിലി സേവ് ചെയ്തു. എന്തായാലും ആ ഒരു ഏരിയ, ലിവർപൂളിന്റെ ആ ഒരു ഏരിയയെ ടാർഗറ്റ് ചെയ്ത് തന്നെയായിരുന്നു ചെൽസിയുടെ കംപ്ലീറ്റ് മൂവ്മെന്റും. സെക്കൻഡ് ഹാഫിലും നമ്മൾ കണ്ടതാണ്, കൈസൈഡോ വീണ്ടും ഒരു കിഡിലൻ ബോൾ റിലീസ് ചെയ്തു. പക്ഷെ കുക്കുറയെ ജസ്റ്റ് ഓഫ് സൈഡ് ആയിരുന്നു. ആ ഒരു റണ്ണ് മേക്ക് ചെയ്തപ്പോൾ ജസ്റ്റ് ആ ഒരു ഷോൾഡർ ഓഫ് സൈഡ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു ക്രോസ് വന്നു. പാമർ അത് വലയിലെത്തിച്ചു. ആൻഡ് പാമറിന് ശരിക്കും ആ ഒരു ഗോൾ കിട്ടിയിരുന്നെങ്കിൽ ഒരു വലിയ കോൺഫിഡൻസ് ആയിരുന്നു തന്നെ. കാരണം നമുക്കറിയാം കഴിഞ്ഞ കളിയിൽ പെനൽറ്റി മിസ് ചെയ്തു. ഒട്ടും കോൺഫിഡൻസിലല്ല പാമർ കളിക്കുന്നതെന്ന് നമുക്ക് കണ്ടു കഴിഞ്ഞാൽ അറിയാം. അതുകൊണ്ട് തന്നെ ആ ഗോള് വലയിലെത്തിയപ്പോൾ ഞാൻ വിചാരിച്ചു, ദൈവമേ ഓഫ് സൈഡ് വിളിക്കല്ലേ. കാരണം എങ്ങനെയെങ്കിലും ചിലപ്പോൾ ആ ഒരു ഗോള് മതിയായിരിക്കും ആ ഒരു പ്ലെയറിന് ആ ഒരു പഴയ ഇതിലേക്ക് എത്താനെന്ന് ഞാൻ പറയുന്നില്ല. ബട്ട് അറ്റ്ലീസ്റ്റ് ഒരു ഗോള് നൽകുന്ന കോൺഫിഡൻസ് വലുതാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ അഗെയിൻ അവിടെ ആ ഒരു ഓഫ് സൈഡ് വിളിച്ചു. ലിവർപൂളിന്റെ ഭാഗ്യം. പിന്നീടും ആക്ച്വലി കുക്കറായ അങ്ങനത്തെ റണ്ണുകൾ മേക്ക് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. വേറെ പല പ്ലേയേഴ്സും അങ്ങനെ ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് ലിവർപൂൾ ഇവിടെ ആ ഒരു ഇഷ്യൂവിനെ അഡ്രസ്സ് ചെയ്യാഞ്ഞെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം
വീണ്ടും വീണ്ടും ഒന്നോ രണ്ടോ പ്രാവശ്യം ഇത് സംഭവിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ വീണ്ടും പിന്നെയും സെക്കൻഡ് ഹാഫിലും ഇത് സംഭവിക്കുക എന്ന് പറഞ്ഞാൽ ആർനെ സ്ലോട്ട് ശരിക്കും അതിനെക്കുറിച്ച് ഹാഫ് ടൈം ടോക്കിൽ ഒന്നും സംസാരിച്ചിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അവിടെ ഒരു ക്ലിയർ വീക്ക്നെസ് ഉണ്ട്. നമ്മുടെ ഒപ്പോണൻസ് അത് വീണ്ടും വീണ്ടും എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ തലനാരിഴക്കാണത് അതിൽ നിന്ന് രക്ഷപ്പെടുന്നതെങ്കിൽ എന്തുകൊണ്ട് അവിടെ ഒരു സൊല്യൂഷൻ നിങ്ങൾക്ക് കണ്ടുപിടിച്ചുകൂടാ എന്നുള്ളൊരു ചോദ്യമുണ്ട്. എന്തായാലും ആ ഒരു വിങ്ങിൽ നിന്നും ഗോള് വന്നില്ല എന്നുള്ളതാണ്. ശരിക്കും ആ ഒരു ഓഫ് സൈഡ് ആയ ഗോള് കൗണ്ട് ചെയ്തിരുന്നെങ്കിൽ ഇന്നൊരു പക്ഷേ ലിവർപൂൾ ഈ മത്സരം തോറ്റേനെ. ആൻഡ് ഇതിനെക്കുറിച്ചൊരു വലിയ ചർച്ച വളരെ വൈഡായിട്ട് സംഭവിച്ചേനെ. പക്ഷേ ഇപ്പം ആ ഗോള് റൂൾഡ് ഔട്ട് ആയതുകൊണ്ടും കളി സമനിലയിൽ അവസാനിച്ചതുകൊണ്ടും ചിലപ്പോൾ ഒരുപാട് പേര് അതിനെക്കുറിച്ച് സംസാരിക്കാൻ സാധ്യതയില്ല. എന്തായാലും ലിവർപൂളിന് ആ ഒരു ഏരിയയിൽ നമുക്കറിയാം ട്രെൻഡ് കളിച്ചുകൊണ്ടിരുന്ന സ്ഥലമാണ്. ആൻഡ് അവിടെ ഒരു പ്രോപ്പർ റൈറ്റ് ബാക്ക് വന്ന് റീപ്ലേസ് ചെയ്തിട്ടില്ല എന്നുള്ളത് വളരെ യാഥാർത്ഥ്യം തന്നെയാണ്. പലപ്പോഴും ഷൊബോഷ്ലയും ജോൺസും ഒക്കെയാണ് ആ റോള് കളിച്ചിരിക്കുന്നത്. എന്തായാലും സമ്മറിൽ അവിടെ പുതിയൊരു പ്ലെയർ വരുമോ, എന്തായിരിക്കും സ്ട്രാറ്റജി എന്നൊന്നും അറിയില്ല. തീർച്ചയായിട്ടും നമുക്കറിയാം ലിവർപൂൾ അത്രയും സ്പെൻഡ് ചെയ്തൊരു ടീമാണ് കഴിഞ്ഞ സമ്മറിൽ. FSG ഭയങ്കര ചിട്ടയോടുകൂടി മാത്രം ട്രാൻസ്ഫറുകളെയും ഡീലുകളെയൊക്കെ അപ്രോച്ച് ചെയ്യുന്നൊരു ഓണർഷിപ്പാണ്. അതുകൊണ്ട് തന്നെ ഈ സമ്മറിൽ എന്തായിരിക്കും സ്ലോട്ടിന് ഇനിയും ഇൻവെസ്റ്റ് ചെയ്യാനുള്ള എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റി കിട്ടുമോ, അല്ലെങ്കിൽ ഈ ടീമിനെ തന്നെ ഒന്നും കൂടെ റെഡിയാക്കി എടുക്കാനാണോ, ഇനി പുള്ളി സമ്മറിൽ ഉണ്ടാവുമോ? ഞാൻ ആക്ച്വലി എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, സ്ലോട്ടിന് ഒരു സീസൺ കൂടെ കൊടുക്കണമെന്നുള്ളത് തന്നെയാണ് എൻ്റെ അഭിപ്രായം. കാരണം പലപ്പോഴും നമ്മൾ മറന്നു പോകുന്നൊരു കാര്യമുണ്ട്, ഈ ഒരു സീസണിലേക്ക് ആ ടീം വന്ന ആ ഒരു പശ്ചാത്തലം, ഡിയോഗോ ജോട്ടയുടെ ആ ഒരു മരണം, അത് ആ ഗ്രൂപ്പിനെ എന്തായാലും എഫക്റ്റ് ചെയ്തിട്ടുണ്ടാവുമോ എന്നുള്ളതിൽ ഒരു സംശയമില്ല. അപ്പം എനിക്ക് തോന്നുന്നത് ഈ ഒരു സീസൺ ലിവർപൂളിനെ സംബന്ധിച്ചിടത്തോളം ജസ്റ്റ് ചാമ്പ്യൻസ് ലീഗിൽ കയറുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ആൻഡ് അതവർ എന്തായാലും അച്ചീവ് ചെയ്യുമെന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. പിന്നെ നമുക്കറിയാം ന്യൂ സൈനിങ്സ് ഒന്നും സെറ്റിൽ ആയിട്ടില്ല. ഈസാക്കിൻ്റെ ഇഞ്ചുറി, കെർക്കേഷും വേർഡ്സും ഒന്നും ആ ഒരു പ്രതീക്ഷിച്ച ആ ഒരു ലെവലിലേക്ക് എത്തിയിട്ടില്ല. അപ്പോൾ തീർച്ചയായിട്ടും കുറച്ചും കൂടെ സമയം കിട്ടുകയാണെങ്കിൽ ഒരുപക്ഷെ സമ്മറിൽ നല്ലൊരു പ്രീ സീസണൊക്കെ ശേഷം ഒരുപക്ഷെ സ്ലോട്ടിന് ഈ പ്രശ്നങ്ങളൊക്കെ അഡ്രസ്സ് ചെയ്ത് വീണ്ടും ലിവർപൂളിനെ ഒരു കണ്ടന്റേഴ്സ് ആക്കി മാറ്റാനാവും. ഇന്ന് ചെൽസി ലൈനപ്പിലേക്ക് വന്ന ജോറൽ ഹാറ്റോ, ഐ തിങ്ക് ഹി വാസ് ഇൻക്രെഡിബിൾ. നല്ലോണം പെർഫോം ചെയ്തു. ആൻഫീൽഡ് അവേ ഇത്രയും പ്രഷറുള്ള ഒരു സമയത്ത് ഇങ്ങനെ ലൈനപ്പിലേക്ക് വരുമ്പോൾ ഒരു യങ് പ്ലെയറിനെ സംബന്ധിച്ചിടത്തോളം അത് അത്രയും എളുപ്പമായിട്ടുള്ളൊരു ജോലിയല്ല. പക്ഷെ ഹാറ്റോ ഹാറ്റ്സ് ഓഫ്. ആ ഒരു ലെഫ്റ്റ് ബാക്ക് റോളിൽ നല്ലോണം ഫ്രിംപോങ്ങിനെ കണ്ടെയ്ൻ ചെയ്യുന്നുണ്ടായിരുന്നു. പലപ്പോഴും മിഡ്ഫീൽഡിലേക്ക് സ്റ്റെപ്പ് ഇൻ ചെയ്യുന്നുണ്ടായിരുന്നു. ലിവർപൂളിന്റെ മിഡ്ഫീൽഡ് ത്രീനെ നമുക്കറിയാം, അവർക്ക് ആ ഒരു സ്പേസ് കൊടുക്കാതിരിക്കുക എന്നുള്ളത് തന്നെയായിരുന്നു ചെൽസിയുടെ അപ്രോച്ച്. കൈസൈഡോ ഉണ്ട്, ആൻഡ്രേ സാന്റോസ് ഉണ്ട്, എൻസോ ഉണ്ട്, ഇടയ്ക്ക് ഹാറ്റോയും അങ്ങോട്ട് സ്റ്റെപ്പ് ഇൻ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ആ ഒരു ഓവർലോഡ് സൃഷ്ടിക്കുക എന്നുള്ളത് കാലം മക്ഫാർലൈനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ടാക്ടിക് ആയിരുന്നു എന്ന് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. എന്തായാലും ഹാറ്റോ തൻ്റെ ഡ്യൂട്ടി വളരെ ക്ലീൻ ആയിട്ട് തന്നെ ചെയ്തു. ഓബ്വിയസ്ലി അവസാനം ഒരു യെല്ലോ കാർഡൊക്കെ കിട്ടിയിരുന്നു. പക്ഷേ ഇറ്റ് ഡസ് നോട്ട് മാറ്റർ. ഈ ഒരു മത്സരത്തിലേക്ക് വരിക, തൻ്റെ ജോലി മര്യാദയ്ക്ക് ചെയ്യുക എന്നുള്ളതാണ്. നോട്ടിംഗം ഫോറസ്റ്റിനെതിരെയുള്ള കഴിഞ്ഞ ആ ഒരു മത്സരത്തിൽ അറിയാം ശരിക്കും ആ സൈഡിൽ ചെൽസി കുറച്ചൊന്ന് എക്സ്പ്ലോയിറ്റ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു മത്സരത്തിനായിട്ട് വന്ന 5 ചേഞ്ചുകളിൽ ഒരെണ്ണമായിരുന്നു ഹാറ്റോ. ഇങ്ങോട്ട് വന്നപ്പം ഒരുപാട് പൊട്ടൻഷ്യൽ ഉള്ളൊരു പ്ലെയറാണ്. ഈവൻ ആസ്നലുമായിട്ടും ഒക്കെ ലിങ്കുകൾ ഉണ്ടായിരുന്നു. പലപ്പോഴും അയാക്സിന്റെ ഒരു വലിയ പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഒരു ഭാവിയിലേക്കുള്ള അടുത്ത സൂപ്പർ സ്റ്റാർ എന്ന രീതിയിലാണ് നെതർലൻഡ്സിലെല്ലാം ഹാറ്റോനെ കുറിച്ച് സംസാരിച്ചിട്ടുള്ളത്. പക്ഷെ ചെൽസിയിൽ എത്തിയതിനു ശേഷം അവസരങ്ങൾ വളരെ കുറവാണ്. വളരെ മിനിമൽ മത്സരങ്ങളെ കളിച്ചിട്ടുള്ളൂ. പിന്നെ ഇതൊരു കംപ്ലീറ്റ്ലി കെയോട്ടിക് ആയിട്ടുള്ള ഒരു സീസൺ ആയിരുന്നല്ലോ. ഓൾറെഡി 2 മാനേജേഴ്സ് ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ 3ാമത്തെ ഇന്ററിമായിട്ട് വന്നിരിക്കുന്ന ആളും ടെക്നിക്കലി 3ാമത്തെ മാനേജറാണ്. എന്തായാലും മൊത്തം കെയോട്ടിക് ആയിട്ടുള്ളൊരു സീസണിൽ ഒരുപക്ഷെ ഹാറ്റോയ്ക്ക് സെറ്റിൽ ചെയ്യാനുള്ള ടൈം ഒരുപാട് ലഭിച്ചിട്ടില്ല. എന്ത് തന്നെ ആയാലും ഭാവിയിലേക്കുള്ള ഒരു പ്ലെയറാണ്. റെഗുലറായിട്ട് കളിക്കാൻ പറ്റട്ടെ, റെഗുലറായിട്ട് മിനിറ്റ്സ് കിട്ടട്ടെ. കാരണം അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ അവിടെ എന്തെങ്കിലും ഒരു ക്വാളിറ്റി ഉണ്ട്, അല്ലെങ്കിൽ ആ പ്ലെയറിന് എന്തെങ്കിലും പ്രൊഡ്യൂസ് ചെയ്യാനാവും എന്നുള്ളതിൻ്റെ ഒരു ചെറിയ ഒരു സിഗ്നലാണ്. ഇങ്ങനെ ഒരു വലിയ മത്സരത്തിൽ ലിവർപൂളിനെതിരെ ആൻഫീൽഡിൽ അങ്ങനെ ഒരു പെർഫോമൻസ് പ്രൊഡ്യൂസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് നിസ്സാര പരിപാടിയല്ല. എന്തായാലും ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, ബിക്കോസ് നന്നായി വരട്ടെ. ആർനെ സ്ലോട്ടിന് ഒരുപക്ഷെ അടുത്ത സീസൺ എല്ലാ പ്രശ്നങ്ങളും ഒഴിവാക്കി ഒരു തിരിച്ചുവരവ് നടത്താനാവുമെന്ന് ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞിരുന്നല്ലോ. പക്ഷെ അതിലൊരു ഇമ്പോർട്ടൻറ്റ് കാര്യമുണ്ട്. എന്തൊരു ടേൺ അറൗണ്ട് ലിവർപൂളിൽ സംഭവിക്കണമെങ്കിലും ആ ഫാൻസിന്റെ ട്രസ്റ്റ് വേണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. ആൻഫീൽഡിലെ ക്രൗഡ് ലിവർപൂൾ എന്ന ടീമിനെ എത്രത്തോളം ബാക്ക് ചെയ്യുമെന്നും അവർക്ക് ഓരോ മത്സരങ്ങളിലും എത്രത്തോളം ടീമിനെ പുഷ് ചെയ്യാനാവും, എത്രത്തോളം ആ ഒരു 10-20% എക്സ്ട്രാ ഇടിക്കാനാവുമെന്ന് നമ്മൾ വർഷങ്ങളായിട്ട് കാണുന്ന ഒരു സംഭവമാണ്. പക്ഷെ സ്ലോട്ടിനെ സംബന്ധിച്ചിടത്തോളം ഈ ഫാൻസിന് പുള്ളിയിലുള്ള ഒരു വിശ്വാസം നഷ്ടപ്പെട്ടു തുടങ്ങിയോ
എന്നാണ് എനിക്കിപ്പോൾ ഫീൽ ചെയ്യുന്നത്. ഇന്ന് എപ്പോഴൊക്കെ ലിവർപൂൾ അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചിരുന്നോ അപ്പോഴൊക്കെ അവർ ആ ബോൾ എങ്കുമോയ്ക്ക് കൊടുക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരുന്നത്. എപ്പോഴൊക്കെ ആ പയ്യൻ്റെ ബോൾ കിട്ടിയോ അവൻ എന്തെങ്കിലും എക്സൈറ്റിംഗ് ആയിട്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുമുണ്ട്. ഇപ്പോൾ ടെക്നിക്കലി ആ പ്ലെയറിനെ ബാക്ക് ചെയ്യുക എന്നുള്ളത് ലിവർപൂളിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമുക്കറിയാം ആ ഒരു പൊസിഷനുകളിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ ഈ സമ്മറിൽ വരാനുള്ള സാധ്യതയുണ്ട്. ഈ സീസണിൽ ആക്ച്വലി ത്രൂ ഔട്ട് എൻ്റെ പേഴ്സണൽ അഭിപ്രായം സ്ലോട്ട് ഇതിനു മുമ്പും ഒരുപാട് സ്ഥലങ്ങളിൽ എങ്കുമോനെ ബാക്ക് ചെയ്യാത്ത പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പല പല അവസരങ്ങളും കൊടുക്കായിരുന്നു, പക്ഷെ എന്നിട്ടും പുള്ളി കൊടുത്തിട്ടില്ല. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല ഈ ഒരു ട്രീറ്റ്മെന്റ്. ഈവൻ ആ സബ്സ്റ്റിറ്റ്യൂഷൻ അനൗൺസ് ചെയ്തപ്പോൾ ആൻഫീൽഡിലെ ക്രൗഡ് വരെ ബൂ ചെയ്തു. അപ്പൊ അതിന്റെ പബ്ലിക് ഒപ്പീനിയൻ എന്താന്ന് നമുക്ക് അതിൽ നിന്ന് തന്നെ മനസ്സിലായില്ലേ. സ്ലോട്ടിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞല്ലോ, ലിവർപൂളും ഫാൻസും ഈ ക്ലബിൽ നിന്നും ഒരിക്കലും ആ ഒരു സെപ്പറേഷൻ സംഭവിക്കാൻ പാടില്ല. ഭയങ്കര ഒരു ഇമോഷണൽ കണക്ഷൻ ആണ് ഈ ഒരു ഫാൻ ഗ്രൂപ്പും ലിവർപൂളും തമ്മിലുള്ളത്. അതിന്റെ ചരിത്രമൊക്കെ നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് അറിയാം. ആ ഒരു ബന്ധം വളരെയധികം കൂട്ടി യോജിപ്പിച്ച ഒരു മാനേജർ ആയിരുന്നു യർഗൻ ക്ലോപ്പ്. പുള്ളിയുടെ ശേഷം സ്ലോട്ട് വന്നതിൽ പിന്നെ ഈ ഫാൻസിൽ നിന്നും നമ്മൾ പല ഇങ്ങനത്തെ ഇൻസിഡന്റുകളും പല ഡിസ്പ്ലഷറും അവർ വോയിസ് ചെയ്തിരിക്കുന്നത് നമ്മൾ പല പല സമയങ്ങളിൽ കണ്ടിട്ടുണ്ട്. എന്തായാലും ഇതൊരു വലിയ ചാലഞ്ച് തന്നെയാണ്. കാരണം സ്ലോട്ടിനെ സംബന്ധിച്ചിടത്തോളം ലിവർപൂളിൽ തുടരണമെങ്കിൽ ഫാൻസിന്റെ ബാക്കിംഗ് അത്യാവശ്യമാണ്. ഇങ്ങനത്തെ ഓരോ സിറ്റുവേഷൻ കഴിയുന്തോറും ആ ഒരു വിശ്വാസം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇനി ഈ മത്സരത്തിൽ എനിക്ക് ഏറ്റവും സന്തോഷം നൽകിയ കാര്യത്തെക്കുറിച്ച് തന്നെ സംസാരിക്കാം. ഇൻഫാക്ട് കളി തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഈ ഒരു സന്തോഷം എന്നിൽ വളരെ പ്രകടമായിരുന്നു. അതിന് കാരണം ലീവൈ കോൾവില്ലിന്റെ തിരിച്ചുവരവ് തന്നെയാണ്. നമ്മൾ എത്രത്തോളം ആ പ്ലെയറിനെ മിസ് ചെയ്തു എന്നുള്ളത് ഇന്നത്തെ ആ പെർഫോമൻസിൽ ഭയങ്കര പ്രകടമായിരുന്നു. ആക്ച്വലി ആ ലൈനപ്പിലേക്ക് വന്നപ്പോൾ എനിക്കൊരു ചെറിയ പേടി ഉണ്ടായിരുന്നു. നമുക്കറിയാം ഫസ്റ്റ് ഡേ ഓഫ് പ്രീ സീസണിൽ ACL ഇഞ്ചുറി കിട്ടി പോയ പ്ലെയറാണ്. ക്ലബ് വേൾഡ് കപ്പിലൊക്കെ നമുക്ക് വേണ്ടി എങ്ങനെയാണ് കളിച്ചിട്ടുള്ളതെന്ന് നമുക്കറിയാം. നമുക്കൊരു റിലയബിൾ ഓപ്ഷനാണ് ബാക്കിൽ, നമ്മുടെ ബെസ്റ്റ് സെൻറ്റർ ബാക്ക് ഓപ്ഷനാണ്. പെട്ടെന്ന് ആ ഒരു ലൈനപ്പിലേക്ക് വരുന്ന ഒരു ACL ഇഞ്ചുറിയുടെ ഇമ്പാക്റ്റ് എന്താണെന്നൊന്നും ഞാൻ ആരോടും പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. ഒരിക്കലും ഒരു പ്ലെയർ പെട്ടെന്ന് തന്നെ ആ ഒരു പഴയ ലെവലിൽ എത്തുമോ എന്നുള്ളൊരു പേടി നമ്മളിൽ എല്ലാവരിലും സ്വാഭാവികമായിട്ട് ഉണ്ടാവും. പക്ഷെ കോൾവിൽ ഇന്ന് വന്ന് കളിച്ച ആ ഒരു പെർഫോമൻസ് കാണുമ്പോഴത്തേക്കും ശരിക്കും ഒരുപാട് പ്രതീക്ഷ എനിക്കുണ്ട്. ഫസ്റ്റ് ഹാഫിൽ ആക്ച്വലി ഹാറ്റോ ഒന്ന് കമ്മിറ്റ് ചെയ്തപ്പോൾ അവിടെ ഉണ്ടായിരുന്ന സ്പേസിലേക്ക് ഫ്രിംപോങ് അറ്റാക്ക് ചെയ്തു. ആ സമയത്ത് കോൾവിൽ ലെഫ്റ്റ് സെൻറ്റർ ബാക്കിൽ നിന്ന് ഈ ഫ്ലാങ്കിലോട്ട് വന്ന് അത് കവർ ചെയ്യുന്ന ഒരു സ്വീപ്പിംഗ് ടാക്കിൾ ഉണ്ടായിരുന്നു. ആ മൊമെന്റിൽ എനിക്ക് മനസ്സിലായി, ദൈവമേ കുഴപ്പമൊന്നുമില്ല. കാരണം ആ ഒരു ക്വിക്ക് ബേസ്റ്റ് ഓഫ് പേസ് ആണ്. നമുക്കറിയാം ACL കിട്ടിയിട്ടുള്ള എല്ലാവർക്കും അറിയായിരിക്കും, എനിക്കും കിട്ടിയതാണ്. പെട്ടെന്ന് നമ്മുടെ റിയാക്ഷൻ ടൈം മീൻസ് പെട്ടെന്ന് നമ്മൾ തിരിയുക, പെട്ടെന്ന് ഓടുക, അതിനൊക്കെ കുറച്ചൊരു ബുദ്ധിമുട്ട് ആദ്യം നമുക്ക് ഉണ്ടാവും. പക്ഷെ ആ ഒരു ഷാർപ്നെസ് ഉണ്ടല്ലോ, അതൊരു വലിയ സൈനാണ്. കാരണം കോൾവില്ല പഴയ ഫോമിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ നമ്മുടെ ഒരുപാട് പ്രശ്നങ്ങളിൽ ഒരു പ്രശ്നം ഒഴിവായി കിട്ടും. പിന്നെ ബാക്കിൽ നിന്ന് പ്ലേ ബിൽഡ് ചെയ്യാനുള്ള കോൾവില്ലിന്റെ ക്വാളിറ്റിയെ കുറിച്ചൊന്നും ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയണ്ടല്ലോ. കളിച്ചുകൊണ്ടിരുന്നപ്പോൾ നമുക്ക് അറിയാവുന്നതാണ്, വളരെ ഇന്റൻഷനലി ബോൾ മൂവ് ചെയ്യുന്ന ഒരു സെന്റർ ബാക്ക് ആണ്. ഇന്നും ആ ഒരു ജോ പെഡ്രോയ്ക്ക് ഫസ്റ്റ് ഹാഫിൽ ഒരു അവസരം ഉണ്ടായിരുന്നു. പാമർ ഒരു ത്രൂ ബോൾ റിലീസ് ചെയ്ത് സെന്ററിലൂടെ, പക്ഷേ അമർദാശ്വലി പെട്ടെന്ന് അഡ്വാൻസ് ചെയ്ത് വന്ന് അത് കളക്ട് ചെയ്തു. ആ ഒരു മൂവ് സ്റ്റാർട്ട് ചെയ്യുന്നത് കോൾവിൽ നിന്നാണ്. അങ്ങനെ എത്ര പാസുകൾ ഇന്ന് പുറകിൽ നിന്ന് കളിച്ചു. എന്തായാലും ഞാൻ ഒരുപാട് പറഞ്ഞ് ജിങ്സ് ചെയ്യുന്നില്ല. എങ്ങനെയെങ്കിലുമൊക്കെ ആ ഒരു മെഡിക്കൽ ടീം കോൾവിലിനെ കോട്ടൺ വൂളിലൊക്കെ റാപ്പ് ചെയ്ത് പ്രൊട്ടക്ട് ചെയ്ത് വെക്കട്ടെ. ബിക്കോസ് അടുത്ത സീസൺ കോൾവിൽ നമുക്ക് വേണ്ടി ഒരു വലിയ റോള് നമ്മുടെ ഡിഫൻസിൽ ചെയ്യാനുണ്ട്. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. അതിൻ്റെ ചുറ്റും പ്ലെയേഴ്സ് വരുമ്പോഴത്തേക്കും നമ്മളൊരു ബെറ്റർ ഡിഫൻസ് ആവും. ഇന്നും ഫൊഫാന ആക്ച്വലി കോൾവില്ലിൻ്റെ കൂടെ കളിച്ചുകൊണ്ടാണോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ആ ഒരു പാർട്ട്ണർഷിപ്പ് വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാണ്ട് മുന്നോട്ട് പോയി. നമുക്കറിയാം ഫൊഫാന വേറെ ഒരു സെൻറ്റർ ബാക്ക് പെയറിൻ്റെ കൂടെ കളിക്കുമ്പോൾ എന്തൊക്കെ പരിപാടികൾ ഒപ്പിച്ചിട്ടുണ്ടെന്ന്. പക്ഷേ ഇന്നെന്തോ കോൾവില്ല് നാച്ചുറലി ആ ഒരു ടീംമേറ്റ്സിലൊക്കെ ആ ഒരു കോൺഫിഡൻസ് ഇൻസ്പയർ ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള പ്ലെയറാണ്, നമുക്കറിയാം. റെഗുലറായിട്ട് കളിക്കുകയാണെങ്കിൽ ഇവിടെ ഒരു ഫ്യൂച്ചർ ക്യാപ്റ്റൻ മെറ്റീരിയൽ ആവാനുള്ള ക്വാളിറ്റി ഉള്ള പ്ലെയറാണ്. എന്തായാലും അതൊക്കെ സംഭവിക്കട്ടെ. ഇത്രയും നാളുകൾക്ക് ശേഷം കോൾവില്ലിന് ആ പിച്ചിൽ അത്രയ്ക്കും ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഒരു രീതിയിൽ കണ്ടതിൽ ഒരുപാട് സന്തോഷം. അപ്പോൾ അതാണ് ഗൈസ് ഈ മത്സരത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയ 5 ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ. എന്തായാലും പ്രീമിയർ ലീഗ് വീഡിയോസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ നിങ്ങൾ രേഖപ്പെടുത്താൻ മറക്കരുത്. ബിക്കോസ് ഇനി വളരെ കുറച്ച് മത്സരങ്ങളെ ഈ സീസൺ കഴിയാനുള്ളൂ. ഇതിനുശേഷം ഞാൻ പുതിയൊരു ചാനൽ തുടങ്ങണോ, ഈ ചാനലിൽ തന്നെ കണ്ടിന്യൂ ചെയ്യണോ എന്നുള്ള വലിയ ഡൗട്ടിലാണ് ഞാൻ. അതാണ് എൻ്റെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ സംശയം. കാരണം നിങ്ങൾക്കറിയാമല്ലോ, ഇവിടുത്തെ കോർ ഓഡിയൻസ് ഇന്ത്യൻ ഫുട്ബോളും കേരള ബ്ലാസ്റ്റേഴ്സും ആണ്. അതുകൊണ്ട് തന്നെ ഞാൻ ആലോചിക്കുന്ന വേറൊരു ചാനൽ തുടങ്ങിയാലോ എന്നാണ്. നിങ്ങൾക്ക് കണ്ടന്റൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്ത് അതെന്നെ അറിയിക്കാൻ മറക്കരുതെന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ബാക്കി മത്സരത്തിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും സ്ലോട്ടിന്റെ ഭാവിയും ചെൽസിയുടെ ഭാവിയും അങ്ങനെ എന്തിനെക്കുറിച്ചും നിങ്ങൾക്ക് നമ്മുടെ കമന്റ് ബോക്സിൽ സംസാരിക്കാം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും യു ടേക്ക് കെയർ. ബൈ ഫോർ നൗ.